കെഫ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യേശുക്രിസ്തു പിറന്നു വീണ ബത്ലഹേമിൽ ഇക്കുറി ഗസയിലെ യുദ്ധ പശ്ചാത്തലത്തിൽ കാര്യമായ ക്രിസ്മസ് ആഘോഷങ്ങളില്ലാതെ കടന്നുപോയി. ക്രിസ്മസ് ആഘോഷങ്ങൾ ബത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഒഴിവാക്കി. യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ബത്ലഹേം ഇവാഞ്ചലിക്കൽ ലുഥറൻ ചർച്ച് പാസ്റ്റർ റവറന്റ് ഡോക്ടർ മുന്തർ ഐസക് ആവശ്യപ്പെട്ടു. സൈനികരുടെ ത്യാഗങ്ങൾക്കുള്ള അംഗീകാരത്തിന്റെ പ്രകടനമെന്ന നിലയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണ് വിശുദ്ധനാടായ ജോർദാനിൽ തമ്പടിച്ചിരിക്കുന്ന ഫ്രഞ്ച് സൈനികർക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ചു. തങ്ങളുടെ സൈനികരോടുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ പ്രതിബദ്ധത എടുത്തു കാട്ടുന്നതിനു വേണ്ടിയാണ് പ്രസിഡന്റ് ജോർദാനിലെ ഫ്രഞ്ച് സൈനികരെ സന്ദർശിച്ചത്. ക്രൈസ്തവ സമൂഹം രാജ്യത്തിന് നൽകുന്ന സംഭാവനകൾ നിസ്തുലമാണെന്ന് ക്രിസ്തുമസ് ദിനത്തിൽ തന്റെ വസതിയിലൊരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ പ്രതിനിധികളോടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തുടർന്നും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഉണ്ടാവണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മലയാളികൾക്ക് ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. പ്രത്യാശയുടെ പ്രകാശം പ്രസരിപ്പിക്കുന്ന സന്ദർഭമാണ് ക്രിസ്തുമസെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ത്യാഗത്തിന്റെ പര്യായമാണ് ക്രിസ്തുമസെന്ന് പ്രതിപക്ഷ നേതാവും അനുസ്മരിച്ചു. ടി.പി.എം സഭയുടെ പ്രധാന ആത്മീയ സംഗമങ്ങളിലൊന്നായ കൊക്കാവിള സാർവദേശീയ കൺവെൻഷൻ ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ ശ്രീലങ്കയിൽ ചിലോവയിലെ കൊക്കാവിള ഹെവൻ ഗാർഡൻ CPM ആരാധനാലയത്തിൽ നടക്കും. വാർത്തകളുമായി വീണ്ടും കാണാം. ഷലോം.